ഗാന്ധി എന്ന സിനിമ ഇറങ്ങും മുൻപ് ലോകത്തിന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ നൂറ്റാണ്ട് കേട്ട ഏറ്റവും മികച്ച കോമഡി എന്നല്ലാതെ ഒറ്റവാക്കിൽ അതിനെക്കുറിച്ച് പറയാൻ മറ്റൊരു രീതിയിലും കഴിയില്ല. പ്രധാനമന്ത്രി ഇപ്പറഞ്ഞത് ശരിയാണോ? മഹാത്മാഗാന്ധിയോടും അതിൻ്റെ ആശയത്തോടും ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധിയെ ഭൂമി ലോകത്തു നിന്നും ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ പ്രത്യയശാസ്ത്രമായ സംഘപരിവാറിനാൽ ഭരിക്കപ്പെടുന്നൊരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മഹാത്മാവിൻ്റെ മഹത്വങ്ങളോട് എന്നും BJPക്കും സംഘപരിവാറിനും കലിപ്പാണ്. മരിച്ച മഹാത്മാവിൻ്റെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന പ്രതീകങ്ങളുണ്ടാക്കി ആത്മസായുജ്യം ഇപ്പോഴും കൈക്കൊള്ളുകയാണ് ഇക്കൂട്ടർ. അതിനിടെയാണ് തൻ്റെ മഹാത്മ്യം പറയേണ്ട ലോകം ഇപ്പോഴും ഞങ്ങൾ അവസാനിപ്പിച്ച മഹാത്മാവിൻ്റെ മഹാത്മ്യം പറയുന്നു എന്നതിനാലൊക്കെ ആയിരിക്കണം മോദി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക. മഹാത്മാഗാന്ധി വലിയൊരു മഹാത്മാവായിരുന്നു. 75 വർഷത്തിനിടെ അദ്ദേഹത്തെക്കുറിച്ച് ലോകത്തോട് പറയേണ്ടിയിരുന്നത് നമ്മളായിരുന്നു. പക്ഷേ ആരും അദ്ദേഹത്തെ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കൂ എന്നാണ് മോദി മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്. റിച്ചാർഡ് ആറ്റൻബോറോയുടെ ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയ ശേഷമാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്നായിരുന്നു മോദിയുടെ ABP ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ വിവാദ പരാമർശം. മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും കുറിച്ച് അറിയുന്ന പോലെ ഗാന്ധിയെ ലോകത്തിന് അറിയില്ലെന്നും ലോകമൊട്ടാകെ സഞ്ചരിച്ച ശേഷമുള്ള തൻ്റെ അനുഭവത്തിലൂടെയാണ് താൻ ഇത് പറയുന്നത് എന്നുമാണ് മോദി പറഞ്ഞു വെച്ചത്. ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി റിച്ചാർഡ് ആറ്റൻബോറോയുടെ സംവിധാനത്തിൽ 1982 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രമാണ് ഗാന്ധി. ഇത് നിർമ്മിക്കുവാനുള്ള ശ്രമം ഏതാണ്ട് 20 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹം ആറ്റൻബോറോ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ 1982 നവംബർ 30-നും ഇംഗ്ലണ്ടിൽ 1982 ഡിസംബർ 3-നും അമേരിക്കയിൽ 1982 ഡിസംബർ 8-നും ഓസ്ട്രേലിയയിൽ 1983 മാർച്ച് 16-നുമായിരുന്നു ഈ സിനിമയുടെ ആഗോള റിലീസിംഗ് നടന്നത്. ലോകമാസകലം ഈ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ജോൺ ബ്രെയർ തിരക്കഥയും പണ്ഡിറ്റ് രവിശങ്കർ സംഗീത സംവിധാനവും നിർവഹിച്ച ഗാന്ധി സിനിമ 8 അക്കാദമി പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സിനിമയുടെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ അവാർഡും പിന്നീട് ലഭിക്കുകയുണ്ടായി. ഗാന്ധി ആരായിരുന്നുവെന്നും ലോകത്തിന് ഗാന്ധിയൻ മൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഗാന്ധിയുടെ പങ്കെന്തായിരുന്നു എന്നുമൊക്കെ ഈ സിനിമയിലൂടെ ലോകം ദർശിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ബിഗ് സ്ക്രീനിലെ കേവലം 188 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ജീവിതവും ദർശനവുമായിരുന്നില്ല ഒരിക്കലും മഹാത്മാഗാന്ധി. ഗാന്ധി എന്നത് ഒരു ദർശനമാണെന്നിരിക്കെ കേവലം മിനിറ്റുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതുമായിരുന്നില്ല. ഒരു സിനിമയാണ് ഗാന്ധിയെ മനസ്സിലാക്കാൻ മോദിക്ക് അവസരം ഒരുക്കിയതെങ്കിൽ അത് മോദിയുടെ മാത്രം തെറ്റാണ്. ഗാന്ധിയെ മനസ്സിലാക്കാൻ മോദിക്ക് കഴിഞ്ഞത് സിനിമയിലൂടെ മാത്രമായിരിക്കും. എന്നാൽ ലോകത്തിന് മുഴുക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയാൻ മോദിക്ക് ഒരവകാശവുമില്ല. കാരണം ഗാന്ധി ജീവിച്ച കാലം മുതൽ ലോകത്തോളം വളർന്ന ദാർശനികനായിരുന്നു ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ലണ്ടനിലെ പഠനകാലം മുതൽ തന്നെ അദ്ദേഹം അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതായി ചരിത്രത്തിൽ കാണാം. ദരിദ്രരായ ഡോക്ലാൻഡ് കമ്മ്യൂണിറ്റികളുടെ ക്ഷേമത്തിന് ഗാന്ധി അതീവ താല്പര്യം പ്രകടിപ്പിക്കുകയും അവർക്കായി പ്രവർത്തിക്കുകയും മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ 23-ാം വയസ്സിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് അഭിഭാഷക വൃത്തിക്കായി ചേക്കേറുന്നത്. നീണ്ട 21 വർഷക്കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് ദക്ഷിണാഫ്രിക്ക വലിയ വർണ്ണ വിവേചനം കൊണ്ട് അതിൻ്റെ പോരാട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായി പോരാടിയ ഗാന്ധി ഇന്നും ലോകത്തെ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധത്തെ പിന്തുണക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടൻ്റെ ആവശ്യം വൈസ്രോയി അറിയിച്ചപ്പോൾ അഹിംസ എന്ന മുദ്രാവാക്യം ലോകത്തിന് ആദ്യമായി നൽകിക്കൊണ്ട് യുദ്ധത്തോട് മുഖം തിരിച്ച ഗാന്ധിയെ ലോകം അന്ന് അഭിനന്ദിച്ചതാണ്, ദർശിച്ചതാണ്. മണ്ടേലയും ഗാന്ധിയും ഒരുമിച്ച് ഒരേ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചതും ലോക ചരിത്രത്തിലെ മിന്നുന്ന അടയാളപ്പെടുത്തലുകളാണ്. ഇന്ന് ഫലസ്തീൻ വിമോചന യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനികൾക്ക് അനുകൂലമായി ഇന്ത്യയുടെ നയം രൂപപ്പെടുത്തിയതുപോലും മഹാത്മാഗാന്ധിയുടെ വീക്ഷണങ്ങളാണ്. ഈ പറഞ്ഞതിലൊന്നും ഗാന്ധിയുടെ മഹാത്മ്യങ്ങൾ അവസാനിക്കുന്നില്ല. ലോകത്തെ ജനാധിപത്യം പുൽകാൻ ഏതെങ്കിലും രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടുവെങ്കിൽ, അവർക്ക് മാതൃകയായി ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നുണ്ടുവെങ്കിൽ അതിൽ പോലും ഗാന്ധിയുടെ സ്വാധീനവും അർപ്പണവും എല്ലാം ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയതാണ്. ലോകത്തിന് മുൻപിൽ ഗാന്ധി ഒരു സിനിമയിലൂടെ പ്രത്യക്ഷപ്പെട്ടതല്ല, കേവലം ഒരു വിവരണവുമല്ല ഗാന്ധി. മോദിക്ക് അങ്ങനെ തോന്നിയത് മോദി ഗാന്ധിയെ അറിയാൻ വൈകിയതുകൊണ്ടും ഗാന്ധിയെ അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടും ഗാന്ധിയെ പുൽകാൻ തയ്യാറാക്കാത്തതുകൊണ്ടുമാണ്.